ദുഷ്ടനായ സിംഹരാജാവിന് സംഭവിച്ചത് എന്താണെന്ന് കൂട്ടുകാർക്കറിയണോ? എങ്കിൽ കഥ കേട്ടോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ദൂരെ ദൂരെ ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. എല്ലാ കാട്ടിലെയും പോലെ ആ കാട്ടിലെയും രാജാവ് ഒരു സിംഹമായിരുന്നു. സിംഹരാജാവ് എന്നും കാട്ടിലെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി തിന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം രാജാവിനെ വളരെ പേടിയായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സിംഹരാജാവിന് വയസ്സായി. പഴയ പോലെ വേട്ടയാടാൻ ഒന്നും വയ്യ. എന്നാലും മൃഗങ്ങൾക്ക് രാജാവിനോടുള്ള പേടി മാറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വേട്ടയാടാൻ വയ്യെങ്കിലും കൺമുന്നിൽ കാണുന്ന എല്ലാ മൃഗങ്ങളെയും സിംഹരാജാവ് കൊന്നു തിന്നുമായിരുന്നു. അങ്ങനെയിരിക്കെ സിംഹരാജാവ് കാട്ടിലെ മൃഗങ്ങളെയെല്ലാം തന്റെ മുന്നിൽ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ കാട്ടിലെ ഓരോ മൃഗം വെച്ച് ഓരോ ദിവസവും എനിക്ക് ഭക്ഷണമാകാൻ ഇവിടെ സ്വയം വന്നു ചേരണം. ഓരോ ദിവസവും ആരെല്ലാം വരണമെന്ന് നിങ്ങൾക്ക് കൂടി ആലോചിച്ച് തീരുമാനിക്കാം. ഏതെങ്കിലും ദിവസം ഇതിലും മുടക്കം വന്നാൽ എന്റെ കൺമുന്നിൽ കാണുന്ന എല്ലാത്തിനെയും ഞാൻ പിടിച്ചു തിന്നും. മൃഗങ്ങളെല്ലാം വളരെ സങ്കടത്തിലായി. എന്തു ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ ഓരോ ദിവസവും ഓരോ മൃഗങ്ങളായി രാജാവിന് ഭക്ഷണമാകാൻ ചെല്ലാൻ തുടങ്ങി. ഓരോ ദിവസവും ആരെല്ലാം പോകണമെന്ന് മറ്റു മൃഗങ്ങൾ നറുക്കിട്ട് തീരുമാനിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അന്നത്തെ ഊഴം മിട്ടുമുയലിന്റേതായിരുന്നു. മിട്ടുമുയൽ വളരെ കൗശലക്കാരനാണ്. അവൻ എന്തും ആലോചിച്ചേ ചെയ്യാറുള്ളൂ. അവൻ തന്റെ ജീവൻ രക്ഷിക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ച് വളരെ പതിയെ പതിയെ രാജാവിന്റെ കൂട്ടിലേക്ക് നടന്നുകൊണ്ടിരുന്നു. കുറെ നേരമായിട്ടും തന്റെ അന്നത്തെ ആഹാരം എത്താത്തതിൽ ദേഷ്യം പിടിച്ച് സിംഹരാജാവ് അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് വഴിയിലൂടെ മിട്ടുമുയൽ നടന്നു വരുന്നത് കണ്ടത്. സിംഹം ദേഷ്യത്തോടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? വൈകിയാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയില്ലേ? മിട്ടു പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല രാജൻ. വൈകിയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടെ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വൈകുമോ? ഞാൻ വരുന്ന വഴിക്ക് താങ്കളെക്കാൾ വലിയ, താങ്കളെക്കാൾ ശക്തിയുള്ള ഒരു സിംഹം എന്നെ പിടിക്കാൻ നോക്കി. ഞാൻ സിംഹരാജാവിന് ഭക്ഷണമാകാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ സിംഹം പറഞ്ഞു, അവനൊന്നുമല്ല, ഈ കാട്ടിലെ രാജാവ് ഞാനാണ്. അവന് എന്റെ അത്രയും ശക്തിയൊന്നുമില്ലാന്ന്. ഇതു കേട്ട് നമ്മുടെ വയസ്സൻ സിംഹരാജാവിന് ദേഷ്യം വന്നു. അവൻ ചോദിച്ചു, എവിടെ? അവൻ എനിക്കിപ്പോൾ തന്നെ കാണണം. ആരാണ് കൂടുതൽ ശക്തനെന്ന് ഞാൻ കാണിച്ചു തരാം. മിട്ടു പറഞ്ഞു, എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം രാജൻ അവൻ എവിടെയാണെന്ന്. അങ്ങനെ മിട്ടു സിംഹരാജാവിനെയും കൂട്ടി കാട്ടിലെ ഒരു വലിയ പൊട്ടക്കുളത്തിന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, രാജൻ, ഈ കുളത്തിലാണ് അവന്റെ താമസം. രാജാവൊക്കെ ആണെങ്കിലും നമ്മുടെ സിംഹരാജൻ ഒരു മണ്ടനായിരുന്നു. പെട്ടെന്ന് ആലോചിക്കാതെ കാര്യങ്ങൾ ചെയ്യും. മിട്ടു പറഞ്ഞത് കേട്ട സിംഹരാജാവ് കുളത്തിലേക്ക് നോക്കി. അതാ അവിടെ തന്നെ പോലെ ഒരു സിംഹം. രാജാവ് ദേഷ്യത്തിൽ അലറി. അപ്പോഴതാ അവനും അലറുന്നു. കിണറ്റിലെ വെള്ളത്തിലെ തന്റെ പ്രതിബിംബമാണ് താൻ കണ്ടതെന്നും താൻ അലറിയപ്പോൾ കിണറ്റിൽ നിന്നുണ്ടായ പ്രതിധ്വനിയാണ് താൻ കേട്ടതെന്നും മണ്ടൻ രാജാവ് ചിന്തിച്ചില്ല. കണ്ടില്ലേ രാജൻ അവന്റെ അഹങ്കാരം, ചെന്ന് അവന്റെ കഥ കഴിക്ക്. മിട്ടു പുറകിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചു. ഓഹോ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? നിന്നെ ഞാൻ... കുളത്തിലേക്ക് നോക്കി ആക്രോശിച്ചുകൊണ്ട് അവൻ എടുത്തുചാടി. കുളത്തിലെ വെള്ളത്തിൽ ചെന്ന് വീണപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി ആ മണ്ടൻ സിംഹത്തിന് മനസ്സിലായത്. അവിടെ നിന്നും പുറത്തു കടക്കാൻ പറ്റാതെ സിംഹം അവിടെ തന്നെ കിടന്നു. തങ്ങളുടെ ജീവൻ രക്ഷിച്ച മിട്ടുമുയലിനെ കാട്ടിലെ മൃഗങ്ങളെല്ലാം സന്തോഷത്തോടെ വരവേറ്റു. പിന്നീടുള്ള കാലം മുഴുവൻ സിംഹരാജാവിനെ പേടിക്കാതെ അവർ ആ കാട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.